Hi dear students, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡയറക്റ്റ് ബയോളജി നോക്കാം. നമുക്ക് the restriction enzymes are used in genetic engineering because restriction enzyme എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്തിനു ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ്? DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് അല്ലേ. നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ നമ്മൾ DNA കട്ട് ചെയ്തൊരു ഫ്രാഗ്മെൻറ്റ് എടുത്താൽ മതി, ഒരു ജീനോ 2 ജീനോ അങ്ങനെയൊക്കെ എടുത്താൽ മതി. അപ്പോൾ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. അവർ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ അവർ ഉപയോഗിക്കാനുള്ള കാരണം അത് തന്നെയാണ്. എന്നാലും നമുക്കൊരു ഓപ്ഷൻ നോക്കാം അല്ലേ. ദേ ക്യാൻ കട്ട് DNA അറ്റ് സ്പെസിഫിക് ബേസ് സീക്വൻസ്. അതെ, അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഒരു പെർട്ടിക്കുലർ ബേസ് സീക്വൻസ്. അതേതാ ബേസ് സീക്വൻസ്? പാലിൻഡ്രോമുകളാണ്. അപ്പോൾ പാലിൻഡ്രോമുകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്ന എൻസൈമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ, ദേ ആർ ന്യൂക്ലിയേസസ് ദാറ്റ് കട്ട് DNA. അത് കറക്റ്റാണ്, പക്ഷേ വേരിയബിൾ സൈറ്റ്സിലല്ല, ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ പാലിൻഡ്രോമിക് സീക്വൻസിനെ മാത്രം കട്ട് ചെയ്യുന്നവരാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത്. ഇനി തേർഡ് ഓപ്ഷൻ കൂടെ വായിക്കാം. ദേ ക്യാൻ ഡീഗ്രേഡ് ഹാംഫുൾ പ്രോട്ടീൻസ്. അല്ല, നിങ്ങൾക്കറിയാം. ദേ ക്യാൻ ജോയിൻ ഡിഫറെൻറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ്. അതുമല്ല, ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ, അതായത് പാലിൻഡ്രോമിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് കട്ട് ചെയ്യുന്ന എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. അതുകൊണ്ട് തന്നെ ഇനി പറയേണ്ട ആവശ്യമില്ല. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൻസൈം റിക്വയർഡ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു തെർമോഫിലിക് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലവിങ് എൻസൈമാണ്. ഏതാണത്? ടാക് പോളിമറൈസ് ആണ് അല്ലേ. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ലവിങ് ബാക്ടീരിയയിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു എൻസൈമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ, ടാക് പോളിമറൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ട്രാൻസ്ജനിക് പ്ലാന്റ് ഈസ് ദാറ്റ് ഓഫ്. നമ്മൾ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ TI പ്ലാസ്മിഡിന് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഒരു ഡൈക്കോട്ട് പ്ലാന്റ് പാത്തോജൻ അല്ലേ. ഏതാ അത്? ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യനിൽ നിന്നാണ് നമ്മൾ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എടുത്ത പ്ലാന്റിലേക്ക് ജീൻ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് നോക്കൂ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഫിഗർ. 2 DNA കട്ട് ചെയ്ത് വെച്ചിരിക്കുകയും അവരെ ജോയിൻ ചെയ്യുന്ന ഫിഗറൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓപ്ഷൻ നോക്കാം. ഫോർമേഷൻ ഓഫ് rDNA ബൈ ദി ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസ് എൻസൈം. ഫോർമേഷൻ ഓഫ് rDNA വേണമെങ്കിൽ പറയാം, പക്ഷേ എക്സോന്യൂക്ലിയേസസ് എൻസൈമിൻ്റെ ആക്ഷൻ കൊണ്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. എൻഡോന്യൂക്ലിയേസ് റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ് ഓഫ് ദ DNA. എൻഡ് ഓഫ് ദ DNAയിൽ നിന്നും ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യുന്നത് എൻഡോന്യൂക്ലിയേസസ് അല്ല, മറിച്ച് എക്സോന്യൂക്ലിയേസസ് ആണ്. അപ്പം എന്തായാലും അതും തെറ്റിപ്പോയി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് റെക്കഗ്നൈസ് എ സ്പെസിഫിക് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ടു ദ DNA. അല്ലേ, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമും ഒരു പെർട്ടിക്കുലർ പാലിൻഡ്രോമിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. GAATTC എന്ന് പറയുന്ന പാലിൻഡ്രോമിനെ അനലൈസ് ചെയ്യുകയും ഗ്വാനിനും അഡിനും ഇടയ്ക്ക് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല ഈ കട്ട് കിടക്കുന്നത്. അപ്പോൾ ഈക്കോ R1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ സൈറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവനൊരു പ്രത്യേക പാലിൻഡ്രോം, ആ പാലിൻഡ്രോമാണ് GAATTC. ആ പാലിൻഡ്രോമിനെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ ഗ്വാനിൻ അഡിൻ എന്ന് പറയുന്ന ബേസിനെ കട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാലും നമുക്ക് 4ാമത്തെ വായിച്ച് നോക്കാം. എക്സോന്യൂക്ലിയേസ് മേക്സ് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ. എക്സോന്യൂക്ലിയേസസിന് എപ്പോഴും DNAയുടെ 2 സൈഡിൽ 5' അല്ലെങ്കിൽ 3' എൻഡുകളിൽ നിന്ന് മാത്രമേ ന്യൂക്ലിയോടൈഡിനെ എടുത്ത് കളയാൻ പറ്റൂ, മിഡിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ ഇതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഐഡൻറ്റിഫൈ ദ പ്ലാസ്മിഡ്. ഈക്കോ R1 പ്ലാസ്മിഡ് ആണോ? അല്ല. പിന്നെ എന്താ ഇത്? ഇതൊരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ് അല്ലേ. ഇതിൻ്റെ തേർഡും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. ദെൻ PBR322 നമ്മുടെ പ്ലാസ്മിഡ് ആണ്. ബൊളിവർ ആൻഡ് റോഡ്രിഗ്യൂസ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തെടുത്ത പ്ലാസ്മിഡ് ആണ് PBR322. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് വൺ നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ഓൾസോ കോൾഡ്. റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? അവരുടെ വേറൊരു പേര് മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ നൈവ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ സ്കാൽപ്പൽസ് എന്നൊക്കെയാണ്. ബിക്കോസ് അവർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊന്നും നോക്കാനില്ല. ദേ ആർ കോൾഡ് ആസ് മോളിക്കുലാർ സിസേഴ്സ്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 4. മാച്ച് ദ കോളം 1 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ എന്നാണ് കേട്ടോ. എക്സോന്യൂക്ലിയേസ് എന്താ ചെയ്യുന്നത്? റിമൂവ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ DNA 4 ആണ്.
ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി മെറ്റീരിയലാണ്. അനീലിംഗ് PCR-ൻ്റെ ഒരു സ്റ്റെപ്പാണ്. GAATTC എന്ന് പറയുന്നത് പാലിൻഡ്രോമാണ്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് A4, B1, C2, D3. ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യനിൽ എല്ലാ ഓപ്ഷൻസും ഉണ്ടായിരിക്കും. ഇവിടെ എന്തോ ഒരു ടെക്നിക്കൽ എറർ കാരണം നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ ഇതാണ് ഓപ്ഷൻ. ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതുകൊണ്ട് യു ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമുക്ക് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ചോയ്സ് ഓപ്ഷൻ 4, 1, 2, 3. നെക്സ്റ്റ് നോക്കാം. ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ ജോയിൻ ത്രൂ. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ DNA ഫ്രാഗ്മെൻറ്റിനെ ജോയിൻ ചെയ്യാൻ എന്താ ഉപയോഗിക്കുന്നത്? DNA ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസിന് എന്താ പറയുന്നത്? ലൈഗേസ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ലൈഗേസ്. ജോയിനിങ് എൻസൈം എന്ന് പറയുന്നത് നോ ഡൗട്ട് ദാറ്റ് ഈസ് ലൈഗേസ്. നെക്സ്റ്റ് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈം EcoR1 ക്ലീവ്സ് DNA അറ്റ് ദ സീക്വൻസ്. EcoR1 ഐഡൻറ്റിഫൈ ചെയ്യുന്ന പാലിൻഡ്രോം ഏതാണ്? GAATTC. അങ്ങനെ ഒരു പാലിൻഡ്രോം ഉണ്ടോ? യെസ് ഉണ്ട്. GAATTC അങ്ങനെ ഒരു പാലിൻഡ്രോമാണ് EcoR1 ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ചോയ്സ് ഓപ്ഷൻ 4. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. നെക്സ്റ്റ് വൺ, ദ സ്റ്റിറർ ഈസ് യൂസ്ഡ് ഇൻ ബയോറിയാക്ടർ. സ്റ്റിറർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? മിക്സ് ചെയ്യുന്ന ആളാണ് അല്ലേ. അപ്പോൾ അയാൾ എന്തായിരിക്കും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? മിക്സിംഗ് വഴി നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ സെല്ലിനും, ആ ബയോ റിയാക്ടറിൽ കിടക്കുന്ന ഓരോ സെല്ലിനും ഈവൻ അവൈലബിലിറ്റി അല്ലെങ്കിൽ യൂണിഫോം അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് കൊടുക്കുകയാണ്. നോക്കാം നമുക്ക്. ക്യാൻ ഫെസിലിറ്റേറ്റ്സ് മിക്സിംഗ് ആൻഡ് ഓക്സിജൻ അവൈലബിലിറ്റി മിക്സിംഗ് ത്രൂ ഔട്ട് ദ ബയോ റിയാക്ടർ. ബയോ റിയാക്ടറിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്ട്രാ ക്രോമസോമൽ DNA യൂസ്ഡ് ആസ് വെക്ടർ ഇൻ ജീൻ ക്ലോണിംഗ് ഈസ്. ജീൻ ക്ലോണിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ക്രോമസോമൽ DNA ഏതെന്നാണ്? എക്സ്ട്രാ ക്രോമസോമൽ DNA ഏതാണ്? പ്ലാസ്മിഡ് ആണ് അല്ലേ. ബാക്ടീരിയൽ സെല്ലുകളിൽ, പ്രൊകാരിയോട്ടിക് സെല്ലുകളിൽ കാണുന്ന സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എബിലിറ്റി ഉള്ള എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് പ്ലാസ്മിഡ്. അയാളെയാണ് നമ്മൾ നല്ലൊരു വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 4. Next one, in which of the following plants resistance against nematode was introduced by RNAi? Nematode resistant tobacco plant നമ്മൾ ഉണ്ടാക്കിയെന്നാണ് NCERT പറയുന്നത്. അതുപോലെ ആ പ്ലാന്റിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ടും ഇല്ല. ദാറ്റ് ഈസ് tobacco. ആൻസർ ചോയ്സ് ഓപ്ഷൻ 1. നെക്സ്റ്റ് നോക്കൂ. BT toxin protein crystals present in bacterium Bacillus thuringiensis do not kill the bacteria themselves because. എന്തുകൊണ്ടാണ് ബാക്ടീരിയ കൊല്ലാത്തത്? ബിക്കോസ് ടോക്സിൻ ഒക്കറാസ് ഇനാക്റ്റീവ് പ്രോടോക്സിൻ അല്ലേ. ഒരു ആൽക്കലൈൻ pH കിട്ടുമ്പോഴാണ് അത് ആക്റ്റീവ് ടോക്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുവരെ അത് ഇനാക്റ്റീവാണ്. അതുകൊണ്ടാണ് ബാക്ടീരിയയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തത്. നമുക്ക് നോക്കാം. ടോക്സിൻസ് ഒക്കറാസ് ഇനാക്റ്റീവ് പ്രോടോക്സിൻ ഇൻ ബാക്ടീരിയ. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ 3 ആണ്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. ബാക്ടീരിയ റെസിസ്റ്റൻറ്റ് ടു ദ ടോക്സിൻ. അങ്ങനെയൊന്നുമില്ല. ബാക്ടീരിയയ്ക്ക് അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇതുവരെ നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വൺ, ബാക്ടീരിയ ഇൻക്ലൂസ് ടോക്സിൻസ് ഇൻ എ സ്പെഷ്യൽ സാക്ക്. ദാറ്റ്സ് നോട്ട് റെലവൻറ്റ്. അതുമായിട്ട് ഒരു റിലേഷനും ഇല്ല. അങ്ങനെ ഒരു സാക്കൊന്നും ഇല്ല. നൺ ഓഫ് ദ അബവ്. അപ്പോൾ നമുക്ക് എന്തായാലും നോ ഡൗട്ട് ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. BT toxin kills insects by. BT toxin എന്താ ചെയ്യുന്നത്? എപ്പിത്തീലിയൽ ഗട്ടിൻ്റെ എപ്പിത്തീലിയൽ സെല്ലുകളിൽ ബൈൻഡ് ചെയ്ത് അവിടെ പെർഫറേഷൻസ് ഉണ്ടാക്കി സെൽ ലൈസിസ് ഉണ്ടാകുമെന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. ഇൻഹിബിറ്റിംഗ് പ്രോട്ടീൻ സിന്തസിസ് അതെന്തായാലും അല്ല. ജനറേറ്റിംഗ് എക്സസീവ് ഹീറ്റ് അതൊന്നുമല്ല. ക്രിയേറ്റിംഗ് പോസ് ഇൻ ദ മിഡ്ഗഡ് എപ്പിത്തീലിയൽ സെൽസ് ലീഡിംഗ് ടു സെൽ സ്വെല്ലിംഗ് ആൻഡ് സെൽ ലൈസിസ്. അതെ. ഒബ്സ്ട്രക്റ്റിംഗ് എ ബയോസിന്തറ്റിക് പാത്വേ അതുമല്ല. ഇപ്പം നമുക്ക് വേറെ ഒന്നുമില്ല. മിഡ്ഗഡ് എപ്പിത്തീലിയൽ സെൽസിൽ പോസ് ഉണ്ടാക്കിയിട്ടാണ് ഇൻസെക്റ്റ് ചത്തുപോകുന്നത്. സോ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 3. In 1983, Eli Lilly, an American company, first prepared 2 DNA sequences corresponding to A and B chains of the human insulin and introduced them in the plasmids of Escherichia coli to produce insulin chains. Chains A and B were prepared separately, extracted and combined by creating. A ചെയിനെയും B ചെയിനെയും അവർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തു. 2 ഡിഫറെൻറ്റ് ഈക്കോളയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഏത് ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ലിങ്ക് ചെയ്തതെന്നാണ്. ഏത് ബോണ്ട് ഉപയോഗിച്ചത്? ഡൈസൾഫൈഡ് ബോണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് നോക്കാം. ദ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഡൺ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ്. നമ്മൾ ആദ്യത്തെ ക്ലിനിക്കൽ ജീൻ തെറാപ്പി ചെയ്തത് അഡിനോസിൻ ഡിയമിനേസ് എന്ന് പറയുന്ന എൻസൈം കോഡ് ചെയ്യുന്ന ജീനിലുള്ള ഡിലിഷനോ മ്യൂട്ടേഷനോ ഉണ്ടാകുന്ന ഒരു ഡിസീസ്. സ്കിഡ് എന്ന് പറയും. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബബിൾ ബോയ് സിൻഡ്രോം എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അത് ഇവിടെ ആൻസർ ഉണ്ട്. ദാറ്റ് ഈസ് അഗെയിൻ സ്കിഡ്, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി.
അവനെതിരായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ജീൻ തെറാപ്പി ചെയ്തത്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് വൺ, എലൈസ ഈസ് ബേസ്ഡ് ഓൺ. എലൈസ എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ്. എലൈസ എന്തിനാണ് ബേസ് ചെയ്തിരിക്കുന്നത്? എലൈസ ഈസ് ബേസ്ഡ് ഓൺ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ അല്ലേ. ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് എലൈസ ബേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു ഡൗട്ടും ഇല്ല. ഒരു പെർട്ടിക്കുലർ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ ആൻറ്റിബോഡി ബോഡി അതിനെ ഇല്ലാതാക്കാൻ ഉണ്ടാക്കും. ആ ആൻറ്റിബോഡിയുടെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പാത്തജൻ ഉണ്ടോ ഇല്ലെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ഈസ് ദ ബേസിസ് ഓഫ് എലൈസ. ഓപ്ഷൻ 1. നെക്സ്റ്റ് നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്ജനിക് ആനിമൽസ് ആർ യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് സേഫ്റ്റി ഓഫ് പോളിയോ വാക്സിൻ ബിഫോർ ദേ ആർ യൂസ്ഡ് ഇൻ ഹ്യൂമൻ? സേഫ്റ്റി ഓഫ് പോളിയോ വാക്സിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാൻസ്ജനിക് ആനിമൽ എന്ന് പറയുന്നത് ട്രാൻസ്ജനിക് മൈസ് ആണ്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റോസി. റോസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ജനിക് കൗ ആണ്. റോസി ഈസ് എ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ. അതെ, അത് കറക്റ്റാണ്. റോസി പ്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. അതെ, അത് കറക്റ്റാണ്. ദ മിൽക്ക് കണ്ടെയ്ൻ ദ ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ ആൻഡ് സയൻറ്റിസ്റ്റ് behind the research believes that the milk from the cow could provide an alternative to human breast milk. Absolutely, because നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ ഏറ്റവും കൂടുതലുള്ളത് ആൽഫ ലാക്ട് ആൽബുമിനാണ്. അപ്പം നമ്മുടെ മാത്രമല്ല പശുവിൻ്റെ മിൽക്കിൽ ആൽഫ ലാക്ട് ആൽബുമിനൊക്കെ കുറവാണ്. അപ്പം നമുക്ക് പശുവിൻ്റെ പാല് കുടിച്ചാലുണ്ടാകുന്ന ലാക്ടോസ് ടോളറൻസ് പോലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അലർജി പോലുള്ള റിയാക്ഷൻസിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആൽഫ ലാക്ട് ആൽബുമിൻ അതിൻ്റെ ജീൻ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ട്രാൻസ്ജനിക് കൗ ആണ് റോസി. അപ്പോൾ അതും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഇൻ ദ ക്വസ്റ്റ്യൻ ദേ ആർ ആസ്കിംഗ് ഫോർ ദ കറക്റ്റ് വൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. നമുക്ക് ആൻസർ ചോയ്സ് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് നോക്കാം. Tobacco plant resistant to a nematode have been developed by the introduction of DNA that produces എന്തുണ്ടാക്കും? ഒരു ആൻറ്റിസെൻസ് RNA. നോർമലി നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു DNA-യിൽ നിന്നും ഒരു സ്ട്രാൻഡ് മാത്രം മാറി ഒരു സ്ട്രാൻഡ് RNA അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാകും എന്നാണ്. നമ്മൾ RNA ആയി ചെയ്യുന്നത് തന്നെ ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതായത് സെൻസ് സ്ട്രാൻഡും അതുപോലെ ആൻറ്റിസെൻസ് സ്ട്രാൻഡും ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് തന്നെ. നമുക്ക് നോക്കാം അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന്. ആൻറ്റിഫിഡൻ്റ് അല്ല, ബോത്ത് സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് RNA അല്ലേ. അപ്പോൾ 2 സ്ട്രാൻഡ് ആയതുകൊണ്ടാണ് RNA ഡബിൾ സ്ട്രാൻഡഡ് ആയി പോകുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA എപ്പോഴും ഒരു അബ്നോർമാലിറ്റി ആയിട്ടാണ് സിസ്റ്റം കരുതുന്നത്. അതുകൊണ്ടാണ് RNA ഇൻഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പം നമുക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ട. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് നോക്കാം നമുക്ക്. വെക്ടേഴ്സ് ഓഫ് ഡെങ്കു ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ. ഡെങ്കുയുടെയും ചിക്കൻ ഗുനിയുടെ ഒക്കെ വെക്ടർ ആരാ? ഈഡിസ് ഈജിപ്റ്റി ആണ് അല്ലേ. ഈഡിസ് മോസ്കിറ്റോ ആണ്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. സ്മാക്ക് ഈസ് കെമിക്കലി. സ്മാക്ക് എന്ന് പറയുന്നത് ഒപ്പിയോയിഡ് കാറ്റഗറി വരുന്ന ഒരാളാണ്. നമ്മുടെ ഹെറോയിൻ ആണത് അല്ലേ. അപ്പോൾ നമ്മുടെ മോർഫിനിനെ അസിറ്റൈലേഷൻ റിയാക്ഷൻ വഴി ഉണ്ടാക്കുന്ന ആളാണ് ഹെറോയിൻ. ഹെറോയിൻ്റെ വേറൊരു പേരാണ് സ്മാക്ക്. കോമൺ നെയിമാണ് നമ്മൾ സ്മാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്മാക്ക് എന്ന് പറയുന്ന കെമിക്കലി എന്താണ്? ഇറ്റ് ഈസ് ഡൈ അസറ്റൈൽ മോർഫീൻ അല്ലേ. അല്ലെങ്കിൽ ഇയാളെ നമ്മൾ പറയുന്ന പേരാണ് ഡയാമോർഫീൻ. ഡൈ അസറ്റൈൽ മോർഫീൻ ഒരു ഡയാമോർഫീൻ എന്ന് പറയുന്ന ആൾ സ്മാക്കാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് നോക്കാം. റിംഗ് വോം ഇൻഫെക്ഷൻ ഈസ്. റിംഗ് വോം എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ട്രൈക്കോഫൈറ്റോൺ, മൈക്രോസ്പോറം, എപ്പിഡെമോഫൈറ്റോൺ തുടങ്ങിയ ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് റിംഗ് വോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആൻസറിലേക്ക് പോവാം. ഇറ്റ്സ് എ ഫംഗൽ ഡിസീസ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഗിവൺ ഡിസീസ് ഇൻ കോളം 1 വിത്ത് ദ കോസിറ്റീവ് ഓർഗാനിസംസ് ഇൻ കോളം 2. നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. എയ്ഡ്സ്. എയ്ഡ്സ് ആരെ ഉണ്ടാക്കണേ? റിട്രോ വൈറസ് ആണ് അല്ലേ. റിട്രോ വൈറസ് ആണ് എയ്ഡ്സ് ഉണ്ടാക്കുന്ന ആൾ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന റിട്രോ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. എലിഫന്റിയാസിസ്. എലിഫന്റിയാസിസ് ഊച്ചറേറിയ, ബാങ്ക് ഓഫ് ടീ, ഊച്ചറേറിയ മലൈ എന്ന് പറയുന്ന 2 സ്പീഷീസാണ്. ഊച്ചറേറിയ അവിടെയുണ്ട്. കോമൺ കോൾഡ്. കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് റൈനോ വൈറസ്. ദെൻ റിംഗ് വോം ഇൻഫെക്ഷൻ. ഇവിടെ തന്നിരിക്കുന്നതിൽ എപ്പിഡെമോഫൈറ്റോൺ ഈസ് ദെയർ. എപ്പിഡെമോഫൈറ്റോൺ റിംഗ് വോം ഇൻഫെക്ഷൻ. ദെൻ ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത് സാൽമോണല്ല ടൈഫി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ABDCE. ABDCE ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും നോക്കണ്ട. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹീമോസോയിൻസ് ആർ. ഹീമോസോയിൻസ് എന്ന് പറഞ്ഞത് മലേറിയ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മലേറിയ RBC അറ്റാക്ക് ചെയ്യും അല്ലേ. അപ്പോൾ RBC പൊട്ടിപ്പോവും. RBCയുടെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഹീമോസോയിൻ. അപ്പോഴാണ് നമുക്ക് ചിൽ ഉൾപ്പെടെയുള്ള പനി വരുന്ന ഭയങ്കരമായിട്ട് സിംറ്റം കാണിക്കുന്ന ആ ഫേസിലാണ് റിലീസിങ് ഓഫ് ഹീമോസോയിൻ. നമുക്ക് നോക്കാം. പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ RBC ഓഫ് ഫിഷസ് അല്ല.
pigment which helps in the transport of oxygen in vertebrates, alla. Toxic substances which are responsible for chills and fever in a person suffering from malaria. അതാണ് ആൻസർ അല്ലേ. എന്തായാലും നമുക്ക് നാലും കൂടെ വായിക്കാം. കെമിക്കൽസ് ദാറ്റ് ആർ റിലീസ്ഡ് സെൽസ് ഡ്യൂ ടു വൈറൽ ഇൻഫെക്ഷൻ. അതുമല്ല. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ പ്രോട്ടോസോവൻസ് ഉണ്ടാക്കുന്ന മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം തുടങ്ങിയ ആൾക്കാർ കയറി കഴിയുമ്പോൾ അവർ നമ്മുടെ RBC അറ്റാക്ക് ചെയ്യുമ്പോൾ RBC പൊട്ടുകയും RBC റിലീസ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് ഹീമോസോയിൻസ് എന്ന് പറയുന്നത്. അതുണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഹൈ ഫീവർ വിത്ത് ചില്ല്. അതുകൊണ്ടാണ് മലേറിയയുടെ സിംറ്റം നമ്മൾ ഇൻ്റർമിറ്റൻ്റ് ഹൈ ഫീവർ വിത്ത് ചില്ല് എന്ന് പറയുന്നത്. നമുക്ക് വേറെ നോക്കേണ്ട ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 3. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച്. സെല്ലുലാർ ബാരിയേഴ്സ്, മാക്രോഫേജസ്. Macrophages is a type of cellular barrier because macrophage എന്ന് പറയുന്നത് enlarged monocyte ആണ്. അപ്പോൾ മോണോസൈറ്റുകളെല്ലാം തന്നെ WBCയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. WBC എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെൽ. അപ്പോൾ സെല്ലുലാർ ബാരിയർ ആണ്. അപ്പോൾ മാക്രോഫേജിനെ നമ്മൾ സെല്ലുലാർ ബാരിയറിൻ്റെ കൂട്ടത്തിലാണ് പറയുന്നത്. ദെൻ ഫിസിയോളജിക്കൽ ബാരിയർ ആസിഡ് ഇൻ സ്റ്റൊമക്ക്, നോ ഡൗട്ട്. ആസിഡ് ഇൻ സ്റ്റൊമക്ക്, സലൈവ, മൗത്ത്, ടിയേഴ്സ് ഇൻ ഐസ്, ഇതെല്ലാം തന്നെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ നോക്കൂ. ഫിസിക്കൽ ബാരിയർ, മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. അതും കറക്റ്റാണ്. നമുക്ക് എപ്പിത്തീലിയൽ കവറിങ്ങും അതുപോലെ തന്നെ മ്യൂക്കസ് കോട്ടിങ്ങും നമ്മൾ അനാറ്റമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ബാരിയർ ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ, സ്പ്ലീൻ. സ്പ്ലീൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സ്പ്ലീൻ ഈസ് എ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ്. സ്പ്ലീൻ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ അല്ല. പ്രൈമറി നമുക്ക് 2 പേരേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ബോൺ മാരോ, 2 തൈമസ് അല്ലേ? 2 പേരല്ലേ ഉള്ളൂ നമുക്ക് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആയിട്ട്. ബോൺ മാരോയും അതുപോലെ തൈമസും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ ടോൺസിൽസ് ആയാലും പേയേഴ്സ് പാച്ചസ് ആയാലും സ്പ്ലീൻ ആയാലും ഒക്കെ നമ്മൾ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 4 ബിക്കോസ് ഇവിടെ മിസ്മാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ന്യൂമോണിയ ആൻഡ് കോമൺ കോൾഡ് ആർ എയർബോൺ ഡിസീസ്. അതെ, നമ്മൾ എയർബോൺ എന്ന് പറഞ്ഞാൽ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ തുപ്പുമ്പോഴോ ഒക്കെ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ എയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഡ്രോപ്ലെറ്റുകൾ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ എയർബോൺ ഡിസീസുകൾ എന്ന് പറയുന്നത്. ന്യൂമോണിയ ആയാലും അതുപോലെ ഈ പറയുന്ന കോമൺ കോൾഡ് ആയാലും നമ്മൾ ചീറ്റുമ്പോഴോ തുമ്മുമ്പോഴോ തുപ്പുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒക്കെ ഈ തെറിക്കുന്ന ഡ്രോപ്ലെറ്റുകളിൽ നിന്ന് നമുക്ക് ഒരാൾക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എയർബോൺ ഡിസീസ്. അത് കറക്റ്റാണ്. നെക്സ്റ്റ് നോക്കൂ. ദ യൂസ് ഓഫ് അഡ്രിനാലിൻ ആൻഡ് സ്റ്റീറോയിഡ് ഇൻഡ്യൂസ് ദ സിംറ്റംസ് ഓഫ് അലർജി. അഡ്രിനാലിനും സ്റ്റീറോയിഡ്സും നമ്മൾ അലർജിയുടെ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ ഇൻഡ്യൂസിങ്. അലർജി ഉണ്ടാകുമ്പോൾ നമ്മുടെ റെസ്പിറേഷൻ റേറ്റും ഹാർട്ട് ബീറ്റും എല്ലാം കുറയും. അപ്പോൾ സഡനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബീറ്റ് റിതമൊക്കെ റീഗെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എമർജൻസി ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് അഡ്രിനാലിനും സ്റ്റീറോയിഡ്സും ഒക്കെ. അപ്പം ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഇൻഡ്യൂസിങ് ദ സിംറ്റം ഓഫ് അലർജി. ദാറ്റ് ഈസ് ആക്ച്വലി റെഡ്യൂസ് ദ സിംറ്റംസ് ഓഫ് അലർജിയാണ്. അലർജിയുടെ സിംറ്റം ഈ പറഞ്ഞ ശ്വാസം മുട്ടലൊക്കെയാണ്. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളാണ് അഡ്രിനാലിനൊക്കെ. അപ്പോൾ അത് തന്നെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ആണ് നമ്മുടെ ആൻസർ. എന്നാൽ കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഈസ്റ്റ്. അതെ, ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള വാക്സിൻ നമ്മൾ ഈസ്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്. 4th വൺ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകൾ സെൽഫ് ചെയ്ത് നോൺ സെൽഫ് ചെയ്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസുകളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിൽ സിസ്റ്റം നമ്മുടെ സൈനോവിയൽ മെംബ്രെയിനുകളെ അതുപോലെയുള്ള സൈനോവിയൽ ഫ്ലൂയിഡിനെ, സൈനോവിയൽ മെംബ്രെയിനെയാണ് നോൺ സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിക്കളയും. അപ്പോൾ സൈനോവിയൽ മെംബ്രെയിൻ ഇൻഫെക്റ്റഡ് ആകുമ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡ് ഇൻഫെക്റ്റഡ് ആവും. അങ്ങനെ ഉണ്ടാകുന്ന അക്യൂട്ട് സീവിയർ ജോയിൻറ്റ് പെയിൻ ആണ് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. ബിക്കോസ് ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെറ്റ് ഓഫ് പ്രോട്ടോസോവൻ ഡിസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമീബിയാസിസ് പ്രോട്ടോസോവൻ ആണ്. അസ്കാരിയാസിസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വേമാണ്. ഹെൽമിന്ത് ഡിസീസാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇപ്പോഴേ അങ്ങ് മാറ്റിയേക്കാം. നെക്സ്റ്റ് വൺ നോക്കൂ. അമീബിയാസിസ് അതെ. മലേറിയ അതെ. അമീബിക് ഡിസെൻട്രി, അമീബിയാസിസിൻ്റെ തന്നെ വേറൊരു പേരാണ് അമീബിക് ഡിസെൻട്രി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ 3 പേരും പ്രോട്ടോസോവൻ ഡിസീസാണ്. ഇതാണ് നമ്മുടെ ആൻസർ. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷനിലേക്ക് ഒന്ന് പോകാം. ഫൈലേറിയാസിസ് അസ്കാരിസിസും പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അത് ഹെൽമിന്ത് ഡിസീസാണ്. പിന്നെ കോമൺ കോൾഡ് വൈറൽ ഡിസീസാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മുടെ പ്രോട്ടോസോവൻ ഡിസീസിൻ്റെ ഗ്രൂപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ചോയ്സ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 29. എയർബോൺ ഡിസീസ് ആർ. നമുക്ക് എയറസോൾസ് വഴി നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ പുറത്ത് തെറിക്കുന്ന ഡ്രോപ്ലെറ്റ്സ് വഴി പകരുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്നാണ്. അസ്കാരിയാസിസ്, മലേറിയ രണ്ടുമല്ല. അമീബിയാസിസ്, ഫൈലേറിയാസിസ് അതുമല്ല.
ന്യൂമോണിയ ശരിക്കും എയർബോൺ ആണ്, പക്ഷേ മലേറിയ എയർബോൺ അല്ല. ന്യൂമോണിയ ആൻഡ് കോമൺ കോൾഡ് രണ്ടുപേരും എയർബോൺ ഡിസീസാണ്. ന്യൂമോണിയയും കോമൺ കോൾഡും 2 ഡിസീസ് ഉള്ളവരും നമ്മൾ നന്നായിട്ട് കവർ ചെയ്യാതെ ചുമയ്ക്കുകയോ തുപ്പയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ഡ്രോപ്ലെറ്റുകൾ ഇവിടേക്കൊക്കെ തെറിച്ച് അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. Next question. Which group of bacteria play very beneficial role in checking disease causing microbes? Disease causing microbes-ന് ഫംഗസിനെയും വേറെ ബാക്ടീരിയയൊക്കെ ഒന്ന് ഡിസ്ട്രക്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട് കേട്ടോ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നമ്മുടെ അലിമെൻ്ററി കനാലിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അസുഖമൊക്കെ വരുമ്പം നമ്മൾ ഈ വയറിന് അസുഖമൊക്കെ വരുമ്പോൾ അമ്മ തൈരൊക്കെ കുടിക്കാൻ പറയില്ലേ, അതുപോലെ വയറിന് അസുഖമൊക്കെ വരുമ്പം ലാക്ടോബാസിലസ് ക്യാപ്സൂൾസാണ് തരുന്നത് ഡോക്ടേഴ്സ്. അതിന് കാരണം അവർ അൺഫേവറബിൾ ആയിട്ടുള്ള മൈക്രോബ്സിനെയൊക്കെ ഒരു പരിധിവരെ ഡിസ്ട്രക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. Masses of bacteria associated with fungus filaments to form mesh-like structures are called. ബാക്ടീരിയയുടെ ഗ്രൂപ്പ് ഫംഗസുമായിട്ട് ചേർന്ന് മെഷ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലോക്സ് എന്ന് വിളിക്കുന്നത്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Alexander Fleming discovered penicillium while working on which of the following bacteria? പെൻസിലിയം നോട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസ് ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹം സ്റ്റഫൈലോകോക്കയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. സ്റ്റഫൈലോകോക്കസ് ബാക്ടീരിയയുടെ ഗ്രോത്താണ് അവർ നിർത്തിവെച്ചത്, അല്ലെങ്കിൽ ഗ്രോത്താണ് പ്രിവെൻറ്റ് ചെയ്തത്. അത് കണ്ടിട്ടാണ് പെൻസിലിൻ ഇങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മളല്ല, അലക്സാണ്ടർ ഫ്ലെമിംഗ് സർ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does act as competitive inhibitor of the enzyme responsible for the synthesis of cholesterol? നമ്മൾ കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് നമ്മുടെ മൊണാസ്കസ് പെർപ്യൂറിയസിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ സ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൊണാസ്കസ് പെർപ്യൂറിയസ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഡ്യൂസിങ് ദ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആയിട്ട് അവരെ മെഡിക്കലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ വെയർ ഇനിഷ്യേറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. 2. ഗംഗ ആക്ഷൻ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മുടെ റിവേഴ്സാണ് അവർ, ഹോളി റിവർ എന്നൊക്കെ പറയുന്ന ആളാണ് ഗംഗ യമുനയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള റിവേഴ്സിനെ പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്ലാനാണത്. സോ ഇറ്റ് സേവ് ദീസ് റിവേഴ്സ് ഫ്രം ദ പൊല്യൂഷൻ. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The primitive prokaryotes responsible for the production of biogas from the dung of ruminant animals includes. റുമിനൻറ്റ് ആനിമൽസിൻ്റെ ഡങ്ങിൽ നിന്നും നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കാൻ എടുക്കുന്ന ആൾക്കാർ മെത്തനോജൻസ് ആണ്. അപ്പോൾ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. PCR proceeds in 3 distinct steps governed by temperature. They are in the order of. ആദ്യം നടക്കുന്നത് ഏതാണ്? ഡീനാച്ചുറേഷൻ ആണ്, രണ്ടാമത് അനീലിംഗ്, മൂന്നാമത് എക്സ്റ്റൻഷൻ. നമുക്ക് നോക്കാം സിന്തസിസ്. ആക്ച്വലി സിന്തസിസ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷനെയാണ്. പുതിയ DNA ഉണ്ടായി വരുന്ന പ്രോസസ്സാണ് സിന്തസിസ്. ദാറ്റ് ഈസ് സെയിം ആസ് എക്സ്റ്റൻഷൻ. പക്ഷേ അപ്പോൾ എക്സ്റ്റൻഷൻ അല്ല ആദ്യം നടക്കുന്നത്. നെക്സ്റ്റ് വൺ അനീലിംഗും അല്ല ആദ്യം നടക്കുന്നത്. ഡീനാച്ചുറേഷൻ പക്ഷേ സിന്തസിസ് അല്ല, രണ്ടാമത് നടക്കുന്ന അനീലിംഗ് ആണ്. അപ്പോൾ അതും തെറ്റിപ്പോയി. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് സിന്തസിസ്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സെയിം ആസ് സിന്തസിസ് ആണ്. കാരണം എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പുതിയ DNA ഉണ്ടാകുന്നു എന്നാണ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ പുതിയ DNA ഉണ്ടാകുന്നു എന്നാണ്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4. Which of the following steps are catalyzed by Taq polymerase in PCR? PCR-ന് 3 സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. അല്ല, ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അനീലിംഗ് എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റാരിറ്റി കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതാണ് ശരിക്കും ഓരോ ബേസായിട്ട് ആഡ് ചെയ്ത് ടാക് പോളിമറൈസ് പുതിയ DNA ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാക് പോളിമറൈസിൻ്റെ ആക്ഷൻ നമുക്ക് ഒരു സ്ഥലത്തേക്ക് കിട്ടുന്നുള്ളൂ. ഏത് സ്ഥലത്ത് മാത്രമാണ്? എക്സ്റ്റൻഷൻ സ്റ്റെപ്പിൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫസ്റ്റ് റീകോമിനൻറ്റ് DNA വാസ് ഡൺ ബൈ യൂസിങ് ദ നേറ്റീവ് പ്ലാസ്മിഡ് ഓഫ്. നമ്മൾ സാൽമോണല്ല ടൈഫിമ്യൂറിയത്തിൻ്റെ പ്ലാസ്മിഡ് എടുത്തിട്ട് അതിനകത്തേക്ക് ക്യാനമൈസിൻ റെസിസ്റ്റൻറ്റ് ജീൻ കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യത്തെ റീകോമിനൻറ്റ് DNA ഉണ്ടാക്കിയത്. സോ നേറ്റീവ് പ്ലാസ്മിഡ് ഓഫ് സാൽമോണല്ല ടൈഫിമ്യൂറിയം. ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് നോക്കാം. While isolating DNA from bacteria, which of the following enzymes is not used? ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ്. പ്രോട്ടിയേസസ് വേണം, ലൈസോസൈം വേണം, റൈബോന്യൂക്ലിയേസസ് വേണം, ഡിയോക്സിറൈബോന്യൂക്ലിയേസ്. ഡിയോക്സിറൈബോന്യൂക്ലിയേസസ് എന്ന് പറയുന്നത് എന്താണ്? DNA തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. നമുക്ക് DNA ആണ് വേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ബാക്ടീരിയയിൽ നിന്നല്ല. ഒരു DNA ഐസൊലേഷൻ സ്റ്റെപ്പിലും നമ്മൾ ഡിഎൻഎസസ്, ഡിയോക്സിറൈബോന്യൂക്ലിയേസസ് ഉപയോഗിക്കില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ 4 ആണ്.
ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ ഈസ് സ്യൂട്ടബിൾ ഫോർ. ബയോലിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിലേക്ക് ഒരു ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അല്ലേ. നമുക്ക് നോക്കാം. DNA ഫിംഗർ പ്രിൻറ്റിംഗ് അല്ല, ഡിസാമിങ് പാത്തോജൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ് സെൽസ്. സൈറ്റോപ്ലാസത്തിലേക്ക് ഒരു പുതിയ DNA ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഹോസ്റ്റിലേക്ക് നമ്മൾ DNA കൊടുക്കാനാണ് ബയോലിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് അല്ലേ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ് സെൽസ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 3 ആണ്. നാലാമത്തെ ഓപ്ഷൻ അല്ലാന്നറിയാം. കൺസ്ട്രക്റ്റിംഗ് റീകോമിനൻറ്റ് DNA ബൈ ജോയിനിങ് വിത്ത് വെക്ടേഴ്സ്. അത് ലൈഗേസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബയോലിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. ദാറ്റ് ഈസ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ് സെൽസ്. നെക്സ്റ്റ് വൺ നോക്കാം. DNA fragments generated by the restriction endonucleases in a chemical reaction can be separated by. DNA സെപ്പറേഷൻ ടെക്നിക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോഫോറസിസ് ആണ് അല്ലേ. ഇലക്ട്രോഫോറസിസ് ഇവിടെ ഉണ്ട്. നമുക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ ചോയ്സ് ഓപ്ഷൻ 2 ആണ്. DNAയുടെ സൈസിനനുസരിച്ച് DNA എവിടെ സെപ്പറേറ്റ് ചെയ്യും? ആ ഒരു ജെല്ലിൽ സെപ്പറേറ്റ് ചെയ്യും. കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻറ്റുകൾ ഏറ്റവും താഴെ, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിലും വലിയ വലിയ ഫ്രാഗ്മെൻറ്റുകൾ മുകളിലും നിൽക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ടെക്നിക്കിന് പറയുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 2. നെക്സ്റ്റ് വൺ നോക്കാം. EcoR1 cleaves the DNA strands to produce. EcoR1 DNA സ്ട്രാൻഡിന് എന്തിനു വേണ്ടിയിട്ടാണ്? EcoR1 എന്ന് പറയുന്നതിന് ഒരു സ്റ്റിക്കി എൻഡ് കട്ടറാണ്. ഓവർ ഹാങ്ങിങ് സ്ട്രെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ. നമ്മൾ ടെക്സ്റ്റിനകത്ത് ഒരേ ഒരു എൻസൈമിൻ്റെ കട്ടിംഗ് പാറ്റേൺ ഒക്കെയാണ് പഠിച്ചിരിക്കുന്നത്. EcoR1 ആണ്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സ്റ്റിക്കി എൻഡ്സ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് നോക്കാം. All of the following represent non-specific mechanisms of body defense except IgM. IgM എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡിയാണ്. ആൻറ്റിബോഡി എപ്പോഴും സ്പെസിഫിക് റെസ്പോൺസ് ആണ്. ഏത് പെർട്ടിക്കുലർ ആൻറ്റിജനാണോ വരുന്നത് അതിനെതിരെ ആ പർട്ടിക്കുലർ ആൻറ്റിബോഡിയാണ് ബോഡി ഉണ്ടാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നോൺ സ്പെസിഫിക് അല്ല, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നോൺ സ്പെസിഫിക് അല്ല ചോദിച്ചിരിക്കുന്നത്, സ്പെസിഫിക് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? നോൺ സ്പെസിഫിക് മെക്കാനിസം ഓഫ് ദ ബോഡി ഡിഫെൻസ് എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത് വാട്ട് ഈസ് ദ സ്പെസിഫിക് ഡിഫെൻസ് എന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഡൗട്ടൊന്നുമില്ല. IgM ഇനി എന്നാലും നോക്കാം. നമുക്ക് ലൈസോസൈം. ലൈസോസൈം എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ എൻസൈം ഇൻ സലൈവ, ടിയേഴ്സ് ഇതിലൊക്കെ ഉള്ളതാണ്. അത് നമ്മുടെ ഫിസിയോളജിക്കൽ ബാരിയറിന് നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അതായത് ദാറ്റ് ഈസ് നോൺ സ്പെസിഫിക്. ഇന്ന ബാക്ടീരിയ മാത്രമേ എന്നത് പറയില്ല. ദെൻ സ്റ്റൊമക് ആസിഡ്, അത് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ നോൺ സ്പെസിഫിക് ഡിഫെൻസിന് പറയുന്ന കാര്യമാണ്. നമ്മുടെ അതും ഫിസിയോളജിക്കൽ ബാരിയറിന് എക്സാമ്പിളായിട്ട്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ ബാരിയേഴ്സ്, മോണോസൈറ്റ്സ്, മാക്രോഫേജ് പോലുള്ള ആൾക്കാർ ആരെങ്കിലും കയറി വന്നാൽ വിഴുങ്ങുന്ന റെസ്പോൺസാണത്. ഇതെല്ലാം തന്നെ നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് റെസ്പോൺസ് ആണ്. പക്ഷേ IgM എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡിയാണ്. അത് ആൻറ്റിബോഡി എപ്പോഴും നമ്മൾ പറയുന്നത് സ്പെസിഫിക് ടൈപ്പ് ഓഫ് റെസ്പോൺസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ നമ്മൾ 2 പേരാണ് പറയുന്നത്. ഒന്ന് ബോൺ മാരോ, 2 തൈമസ് അല്ലേ. അപ്പോൾ ഇവിടെ ബോൺ മാരോ ഇല്ല, പകരം തൈമസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തൈമസ് ചൂസ് ചെയ്യാം. സ്പ്ലീനും ലിംഫ് നോഡും ലിംഫോയിഡ് നോഡുകളും ഒക്കെ തന്നെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ വരുന്ന ആൾക്കാരാണ്. പ്രൈമറി ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 1. അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് അല്ലേ. ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് ആരാ കാരണം? നമ്മുടെ B ലിംഫോസൈറ്റ്സ് ആണ് കാരണം. നമുക്കൊരു ഡൗട്ടും ഇല്ല, നമ്മുടെ B ലിംഫോസൈറ്റ് ആണ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോർമേഷൻ ഓഫ് ആൻറ്റിബോഡീസ് വിത്തിൻ അവർ ബോഡി ഈസ് കോൾഡ്. നമ്മുടെ ബോഡിക്കകത്ത് തന്നെ ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കിയാൽ ആ ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ബോഡി തന്നെ ആൻറ്റിബോഡി ഉണ്ടാക്കുകയാണ്. അതേ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ് അല്ലേ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആൻസർ ചോയ്സ് ഓപ്ഷൻ 1. നെക്സ്റ്റ് വൺ നോക്കാം. വിച്ച് ഓഫ് ദ ആൻറ്റിബോഡി ഈസ് കൺസേൺ വിത്ത് അലർജിക് റിയാക്ഷൻസ്? അലർജി വരുമ്പോൾ ഏത് ആൻറ്റിബോഡിയാണ്? അലർജി വരുമ്പോൾ ഏത് ആൻറ്റിബോഡി ഉണ്ടാകുന്നത്? IgE ആൻറ്റിബോഡിയാണ് അല്ലേ. അലർജിക് റെസ്പോൺസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgE ആണ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 1. നെക്സ്റ്റ് നോക്കാം. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ. നോട്ടാണ് കൺഫേമിംഗ് പ്രസൻസ് ഓഫ് എ പാത്തോജൻ ഡ്യൂറിങ് ഏർലി ഇൻഫെക്ഷൻ. നിങ്ങൾക്കറിയാം, നമ്മൾ കൊറോണയൊക്കെ വന്ന സമയത്ത് പോലും പാത്തോജൻ്റെ ഒരു പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഐഡൻറ്റിഫൈങ് ദ മ്യൂട്ടേറ്റഡ് ജീൻസ് ഇൻ സസ്പെക്റ്റഡ് ക്യാൻസർ പേഷ്യൻസ്. അതെ, ക്യാൻസർ പേഷ്യൻസിലൊക്കെ ചിലപ്പോൾ ഒരു ബേസോ അല്ലെങ്കിൽ 2 ബേസോ ഒക്കെയാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മ്യൂട്ടേഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ ജീനിനെ നമ്മൾ നന്നായിട്ടൊന്ന് ആംപ്ലിഫൈ ചെയ്തേ പറ്റൂ. അപ്പോൾ അതും PCR ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് വൺ നോക്കാം, ഐസൊലേറ്റിംഗ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ഹോസ്റ്റ് DNA to be cloned by the recombinant procedures. ഐസൊലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? PCR ചെയ്യേണ്ട. ആഫ്റ്റർ ഐസൊലേഷൻ അതിനൊന്ന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PCR ഉപയോഗിക്കുന്നത്. ഇവിടെ ഐസൊലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് വൺ നോക്കൂ, ഡിറ്റക്ഷൻ ഓഫ് ദ പ്രസൻസ് ഓഫ് HIV ഇൻ സസ്പെക്റ്റഡ് AIDS പേഷ്യൻറ്റ്. അപ്പോൾ ഇതെല്ലാം തന്നെ മെഡിക്കൽ ബയോടെക്നോളജിയിൽ അല്ലെങ്കിൽ മെഡിസിനിൽ നമ്മുടെ PCR ആപ്ലിക്കേഷനാണ്. ക്യാൻസർ ഉണ്ടെങ്കിൽ അറിയാൻ, അല്ലെങ്കിൽ HIV പോലുള്ള ഡിസീസുകൾ അറിയാൻ, ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഒരു പാത്തജൻ്റെ പ്രസൻസ് അറിയാനൊക്കെ നമുക്ക് ആ പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആംപ്ലിഫൈ ചെയ്ത് നോക്കണം. കാരണം ഏർലി സ്റ്റേജിലൊക്കെ വളരെ കുറച്ച് എമൗണ്ട് പാത്തജൻ്റെ പ്രസൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും ലോ എമൗണ്ടിൽ നമുക്ക് സാധാരണ ഒരു റൊട്ടീൻ അനാലിസിസിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? PCR ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് യൂസ്ഡ് എന്ന ആൻസർ ചോയ്സ് ഓപ്ഷൻ 3. നെക്സ്റ്റ് നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അസറ്റൈലേഷൻ ഓഫ് മോർഫീൻ. അസറ്റൈലേഷൻ ഓഫ് മോർഫീൻ നമുക്ക് കിട്ടുന്നത് ഹെറോയിൻ ആണ്. ഹെറോയിൻ്റെ പേരെന്താ? ഹെറോയിൻ ഈസ് അതർവൈസ് കോൾഡ് ആസ് സ്മാക്ക്, അല്ലേ? അപ്പോൾ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൊക്കൈൻ ഇൻ്റർഫിയേഴ്സ് വിത്ത് വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ ട്രാൻസ്പോർട്ടേഷൻ. കൊക്കൈൻ ഇൻ്റർഫിയർ ചെയ്യുന്നത് ഡോപ്പമൈനുമായിട്ടാണ്. കൊക്കൈനും ഡോപ്പമൈനും ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ അവിടെ ഒരു കെമിക്കൽ സിമിലാരിറ്റി നോക്കിയിട്ടല്ല സിനാപ്സിസിൽ ബൈൻഡിങ് നടക്കുന്നത്. അവിടെ ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റി നോക്കിയിട്ടാണ് ബൈൻഡിങ് നടക്കുന്നത്. അപ്പോൾ ഡോപ്പമൈനും നമ്മുടെ കൊക്കൈനും ഏകദേശം സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഒരു ഓട്ട മത്സരം നടക്കും. ആര് ജയിക്കും? കൊക്കൈനെ ജയിക്കും. കൊക്കൈൻ പോയി ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, നമുക്ക് ആ ഒരു സ്റ്റിമുലേഷനൊക്കെ കിട്ടുന്നത്. അപ്പോൾ അയാൾക്ക് ഏതിൻ്റെ ട്രാൻസ്പോർട്ടേഷനെയാണ് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്നത്? ഡോപ്പമൈൻ്റെ ട്രാൻസ്പോർട്ടേഷനെയാണ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 1. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ എളുപ്പമായിരുന്നു, അല്ലേ? പിന്നെ നിങ്ങൾ വളരെ ഭയങ്കര ചൂടും പാത്തജൻസും ഒക്കെ വരുന്നൊരു ക്ലൈമറ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല കൂളായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നന്നായിട്ട് വെള്ളം കുടിച്ച് റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. താങ്ക് യു.